Dear students, welcome to Learner's World. In this video, I'm going to talk about Martin Luther King Jr. by R.N. Roy, FIUGP SEC, Semester 4, Literature, under Calicut University. Summary of Martin Luther King Jr. by R.N. Roy. R.N. Roy's essay on Martin Luther King Jr. presents the inspiring life of one of the world's greatest leaders of non-violence. അപ്പോൾ R.N. റോയുടെ എസ് ആണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെയാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രചോദനമേറിയിട്ടുള്ള ആ ഒരു ജീവിതവും അതുപോലെ നോൺ വയലൻസ് അഹിംസ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ലീഡറായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. The author begins by comparing King with Mahatma Gandhi because both men lived in a century filled with war, anger and discrimination, yet they chose the path of peace, truth and love. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ തുടക്കത്തിൽ തന്നെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെ മഹാത്മാഗാന്ധിയുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട് ഇതിൻ്റെ റൈറ്റർ. കാരണം അവർ രണ്ടുപേരും അഹിംസയുടെ പാതയിലൂടെയായിരുന്നു പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ വാറ്, ആങ്കർ, ഡിസ്ക്രിമിനേഷൻ ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു ലോകമായിരുന്നു. ആ സമയത്ത് അവരുടെ ഒരു വെപ്പൺ എന്ന് പറയുന്നത് അഹിംസ, നോൺ വയലൻസ് ആയിരുന്നു. ഗാന്ധി ഫൗട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഹരിജൻസ് ഇൻ ഇന്ത്യ while King dedicated his life to defending the rights of black Americans. ഗാന്ധി ഹരിജൻസിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ഹരിജൻസിന് വേണ്ടിയിട്ടായിരുന്നു പോരാടിയിരുന്നത് നോൺ വയലൻസിൻ്റെ മാതൃകയിൽ. ഈ ഒരു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ തൻ്റെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടായിരുന്നു. Both used non-violence as their powerful weapon, and sadly both were assassinated for their courageous efforts. രണ്ടുപേരും വെപ്പണായിട്ട്, അവരുടെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് നോൺ വയലൻസ് ആയിരുന്നു, അഹിംസയായിരുന്നു. പക്ഷേ രണ്ടുപേരും വളരെ കറേജിയസ് ആയിട്ടാണ് അവരെ വധിക്കപ്പെടുന്നത്. The essay describes the painful conditions in which black people lived in America. അതുപോലെ ഈ ഒരു എസ്സെ വിവരിക്കുന്നുണ്ട് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ നേരിടേണ്ടത് വന്നിട്ടുള്ള സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകളും അവരുടെ വേദനകളൊക്കെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Even though they had helped build the country, working in mines, farms and fighting wars, they continued to live in poverty, fear and injustice. അപ്പോൾ ഈ ബ്ലാക്ക് അമേരിക്കൻസ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട്, യുദ്ധങ്ങളിൽ പോരാടുന്നുണ്ട്. പക്ഷേ അവർ ഒരു പട്ടിണി നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും പട്ടിണിയും പേടിയും അനീതിയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ജീവിതമാണ്. They faced segregation, meaning they could not study in the same schools, stay in the same hotels or sit in the same buses as white people. അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ സെഗ്രിഗേഷൻ, മാറ്റി നിർത്തലുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതായത് വെള്ളക്കാരുടെ ഇടയിൽ അവരെ എപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് വെള്ളക്കാർ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ആ ഒരു സെയിം ഹോട്ടൽസിൽ അവർക്ക് പോകാൻ പറ്റുന്നില്ല. വൈറ്റ് പീപ്പിൾ പോകുന്ന ബസ്സിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴും ജീവിതത്തിൽ ഒരു മാറ്റി നിർത്തൽ, ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിങ് എ ക്ലർജിമാൻ ഫെൽറ്റ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ബൈ ദിസ് ക്രൂവൽറ്റി. അപ്പോൾ ഈ ഒരു ക്രൂരത, ഈ ഒരു സെഗ്രിഗേഷൻ, ഈ ഒരു വിവേചനം മൂലമുണ്ടാകുന്ന ഈ ഒരു ക്രൂരത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലർജിമാൻ, ഒരു മതപണ്ഡിതൻ എന്ന നിലക്ക് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹത്തിന് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ. ഹി ഓഫൺ സെഡ് ദാറ്റ് ഫോർ ബ്ലാക്ക് പീപ്പിൾ ദ ബാങ്ക് ഓഫ് ജസ്റ്റിസ് സീംഡ് എംപ്റ്റി. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ബ്ലാക്ക് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും ശൂന്യമാണെന്ന് പറയുമായിരുന്നു. കിങ് ബിലീവ്ഡ് ദാറ്റ് ജസ്റ്റിസ് ഷുഡ് നോട്ട് ബി ഡിലൈഡ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ജസ്റ്റിസ്, നീതി എന്ന് പറയുന്നത് വൈകിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല.
when the rest of the world, especially Asia and Africa, was moving forward, America was still slow in granting equal rights to black citizens. അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ഏഷ്യ, ആഫ്രിക്ക ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ബ്ലാക്ക് സിറ്റിസൻസിന്, കറുത്തവർഗ്ഗക്കാരെ ഉൾക്കൊള്ളാൻ അവർ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അമേരിക്ക ഈ ഒരു ബ്ലാക്ക് സിറ്റിസൻസിന്, കറുത്തവർഗ്ഗക്കാർക്ക് ഈക്വൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ്. അത് വളരെ സ്ലോ ആണ് ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ കിങ് ഡിസൈഡഡ് ടു ഫൈറ്റ് നോട്ട് വിത്ത് വെപ്പൺസ് ബട്ട് വിത്ത് മോറൽ സ്ട്രെങ്ത്. അങ്ങനെയാണ് മാർട്ടിൻ ലൂതർ കിങ് എന്ത് ചെയ്തത്, ഫൈറ്റ് ചെയ്യാൻ, പോരാടാൻ തീരുമാനിച്ചത് കറുത്തവർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഒരുപാട് ആയുധങ്ങൾ വെച്ചിട്ടല്ല, വളരെ സമാധാനപൂർവ്വമായിട്ട് അഹിംസയുടെ പാതയിലൂടെ, മോറൽ സ്ട്രെങ്ത്തിലൂടെ, ധാർമ്മികതയിലൂടെയാണ് അദ്ദേഹം പോരാടാൻ ശ്രമിച്ചത്. He told his followers not to hate white people, but to hate the evil system that created inequality. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോട് പറയുമായിരുന്നു, ഒരിക്കലും വെളുത്ത ആളുകളെ നിങ്ങൾ വെറുക്കരുത്, പകരം ആ ഒരു ഈവിൾ സിസ്റ്റം, ആ ഒരു സമ്പ്രദായം, അതായത് ഈ ഒരു അസമത്വം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ വെറുക്കേണ്ടത്, അല്ലാതെ വെള്ളക്കാരെയല്ല നിങ്ങൾ വെറുക്കേണ്ടതെന്ന് പറയുമായിരുന്നു. ഹിസ് ഫോളോവേഴ്സ് ഫോംഡ് എ യൂണിക് ആർമി വിത്ത് നോ ഗൺസ് ഓർ യൂണിഫോംസ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, പിൻഗാമികൾ, ഒരു ആർമി, ഒരു സേന അവർ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ആയുധങ്ങളോ യൂണിഫോമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദർ ഓൺലി സ്ട്രെങ്ത് വർ കറേജ്, കോൺഷ്യൻസ് ആൻഡ് സോൾ ഫോഴ്സ്. അവരുടെ ആകെയുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ധൈര്യമായിരുന്നു, അതുപോലെ മനസ്സാക്ഷിയായിരുന്നു, ആത്മസമർപ്പണമായിരുന്നു. ദ എസ്സേ ഹൈലൈറ്റ്സ് മെനി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഇൻ കിങ്സ് ലൈഫ്. അതുപോലെ ഈ ഒരു വർക്കിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. ദ മോണ്ടിഗോമറി ബസ് ബോയ്ക്കോട്ട് 1956 മാർക്കഡ് ദ ബിഗിനിങ് ഓഫ് ഹിസ് ലീഡർഷിപ്പ്. അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മോണ്ടിഗോമറി ബസ് ബോയ്ക്കോട്ട്, ബസ് ബഹിഷ്കരണം എന്ന് പറയുന്നത്. 1956 ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പിലേക്കുള്ള ബിഗിനിങ് എന്ന് പറയുന്നത്. ഈവൻ വെൻ ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹിസ് ഹൗസ് വാസ് ബോംബ്ഡ്, കിങ് ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ബോംബിട്ടു, പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. ലേറ്റർ ഈ ഫോംഡ് ദ സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് ടു ഓർഗനൈസ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനായിട്ട് അദ്ദേഹം പിന്നീട് ഫോം ചെയ്തതായിരുന്നു സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇൻ 1963 കിങ് ഡെലിവേർഡ് ഹിസ് ഹിസ്റ്റോറിക് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ഡ്യൂറിംഗ് ദ മാർച്ച് ഓൺ വാഷിംഗ്ടൺ വേർ ഹി സ്പോക്ക് ഓഫ് എ വേൾഡ് ഫ്രീ ഫ്രം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. 1963 അദ്ദേഹം ഒരു ഹിസ്റ്റോറിക് സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. ഐ ഹാവ് എ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇത് വാഷിങ്ടണിൽ ഒരു മാർച്ചിൻ്റെ സമയത്താണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു സ്പീച്ചിൽ പറയുന്നത്, അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ഫ്രീ ഫ്രം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു വർണ്ണവിവേചനത്തിൽ നിന്ന് മോചനം കിട്ടിയ ഒരു രാജ്യമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 35 ഹി റിസീവ്ഡ് ദ നൊബേൽ പീസ് പ്രൈസ്. അദ്ദേഹത്തിന് 35 ഇയർ ഓൾഡ് ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. പീസിനാണ്, സമാധാനത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഡെസ്പൈറ്റ് ഫേസിങ് ഹേറ്റഡ്, വയലൻസ് ആൻഡ് ക്രിറ്റിസിസം, കിങ് നെവർ അബാൻഡൻ നോൺ വയലൻസ്. അതായത് ഒരുപാട് വെറുപ്പ് അദ്ദേഹം മറ്റുള്ള ആളുകളിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വയലൻസ്, ക്രിറ്റിസിസം, ഒരുപാട് വിമർശനങ്ങൾ. പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ പവർഫുൾ വെപ്പണായിട്ടുള്ള നോൺ വയലൻസ്, അഹിംസ കൈവെടിഞ്ഞിട്ടില്ല. ഈ വർക്ക് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ പുവർ ആൻഡ് സ്പോക്ക് അഗെയിൻസ്റ്റ് വിയറ്റ്നാം വാർ. അദ്ദേഹം പുവറായിട്ടുള്ള ആളുകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത്. അതുപോലെ തന്നെ വിയറ്റ്നാം വാറിന് എതിരെ സംസാരിച്ച ആളായിരുന്നു. ഓൺ April 4, 1968 he was assassinated in Memphis, becoming a martyr like Socrates, Jesus and Gandhi and Lincoln. April 4, 1968 അദ്ദേഹത്തിനെ കൊല്ലപ്പെടുന്നത്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. ആരെപ്പോലെ? സോക്രട്ടീസ്, ജീസസ്, ഗാന്ധി, ലിങ്കൺ, ഇവരൊക്കെ പോലെ. R.N. Roy ends by reminding us that Martin Luther King's message of love, justice and non-violence continues to guide humanity even today.
അപ്പോൾ ആർ എൻ റോയ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്ത്, ഈ ഒരു എസ്സെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഈ മെസ്സേജ് ഓഫ് ലവ്, ജസ്റ്റിസ്, നോൺ വയലൻസ് എന്നുള്ളത് ഇന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ ഇതൊരു ഗൈഡാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.